വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയെക്കുറിച്ച് വാഴ്ത്തുപാട്ട് എഴുതിയ ചിത്രസേനൻ എന്ന ജീവനക്കാരന്റെ നിയമനത്തിലും ദുരൂഹതയാണ് എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. അദ്ദേഹം വിരമിച്ച ശേഷം പുനർനിയമനം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നാണ്. പക്ഷേ അദ്ദേഹത്തിന് നിയമനം നൽകി ഉത്തരവിറങ്ങിയത് തൊട്ട് തലേന്ന് 24-ാം തീയതിയാണ്. അതായത് നിയമനം നൽകി കഴിഞ്ഞാണ് അദ്ദേഹം നിയമനത്തിന് വേണ്ടി അപേക്ഷ നൽകിയതെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ നീക്കിയത് ഇടത് സംഘടനാ സെക്രട്ടറിയായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന വിവരവും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് നൽകാൻ RB സനൂപ് ചേരുന്നു. സനൂപ്, ഇതെന്താണ് സംഭവം? അടിമുടി ദുരൂഹതയാണ് അജിംസ്. ഈ മുഖ്യമന്ത്രിയുടെ സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേന എന്ന ഉദ്യോഗസ്ഥനെ പറ്റിയും. കാരണം അദ്ദേഹം നേരത്തെ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വിരമിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു പുനർനിയമനം ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ എന്ന തസ്തികയിൽ നൽകിയത്. ആ നിയമനവും ദുരൂഹതമാണ്. കാരണം കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-ാം തീയതിയാണ് തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ല, തനിക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേത അടിസ്ഥാനത്തിൽ ജോലി നൽകണമെന്ന ഒരു നിവേദനം സർക്കാരിന് അദ്ദേഹം ചിത്രസേനൻ കൈമാറുന്നത്. പക്ഷേ രസകരമെന്ന കാര്യം, ഈ 25-ാം തീയതി നിവേദനം നൽകുമ്പോൾ അതിനു മുമ്പേ തന്നെ 24-ാം തീയതി അദ്ദേഹത്തിന് നിയമനം നൽകിക്കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. ഈ ഇടത് സംഘടനയിലെ ഒരു സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഈ ഫയൽ നീക്കം നടത്തി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിന്റെ രേഖകളടക്കമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 25-ാം തീയതി തനിക്ക് ജോലി നൽകണമെന്ന് നിവേദനം നൽകിയ ചിത്രസേനന് എങ്ങനെ അതിനു മുമ്പേ തന്നെ ഈ നിയമനം നൽകി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയത്തിൽ നിൽക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് തനിക്ക് സ്തുതി പാടുന്നവർക്കോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ ഒന്നും ഒരു പ്രത്യുപകാരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നിയമനം നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് ഈ പൂവത്തൂർ ചിത്രസേന എന്ന ഉദ്യോഗസ്ഥൻ ഈ പാട്ട് തയ്യാറാക്കി എന്ന് സനൂപി ഉത്തരവിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിസ്റ്റിലുള്ളവരിൽ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമിച്ചിട്ടുള്ള ശ്രീകണ്ഠൻ നായർക്ക് പകരമായി ചിത്രസേന ഉൾപ്പെടുത്തുകയായിരുന്നു എന്ന വിവരം കൂടിയുണ്ടല്ലോ. അതെങ്ങനെ സംഭവിച്ചു? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന പോലെ പലരും ഈ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അവരെല്ലാം പരിഗണിക്കാതെയാണ് ഈ പൂവത്തൂർ ചിത്രസേന എന്ന വിരമിച്ച ഉദ്യോഗസ്ഥന് തന്നെ അവിടെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നൽകാൻ വേണ്ടി തീരുമാനമെടുത്തത്. അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ 25-ാം തീയതി കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-ാം തീയതിയാണ് തനിക്ക് ജോലി നൽകണമെന്ന നിവേദനം ഈ ചിത്രസേന നൽകുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ ഈ ഫയലിൽ തീർപ്പാക്കിക്കൊണ്ട് ചിത്രസേനന് നിയമനം നൽകി എന്ന് തന്നെയാണ് ആ ഉത്തരവിൽ കൃത്യമായിട്ടും പറയുന്നത്. ശ്രീകണ്ഠൻ നായർ സനൂപിലേക്ക് വരാം. ഏതായാലും ഈ ചിത്രസേനൻ തനിക്ക് പുനർനിയമനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നൽകിയ ഒരു കത്തുണ്ട്. ആ കത്ത് വായിച്ചാൽ അത് വളരെ രസകരമാണ്. ഞാൻ പൊതുഭരണ വകുപ്പിൽ നിന്ന് 22 വർഷത്തെ സേവനത്തിന് ശേഷം ക്ലറിക്കൽ അസിസ്റ്റന്റായി 31/9/23 വിരമിച്ചയാളാണ്. തുച്ഛമായ പെൻഷൻ മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ വരുമാനം കൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആയതിനാൽ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ എന്നെ നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം അപേക്ഷ നൽകുന്നത് 25/4/2024 പക്ഷേ അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നത് തൊട്ട് തലേ ദിവസമാണ് 24-ാം തീയതിയാണ്. അതായത് ഉത്തരവിറങ്ങിയതിന് ശേഷമാണ് അപേക്ഷ നൽകുന്നത്. അതിനർത്ഥം അതിൽ പുനർനിയമനം നൽകേണ്ട നിരവധി ജീവനക്കാരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പട്ടികയിൽ എവിടെയും ചിത്രസേനന്റെ പേരില്ല. ആ പട്ടികയിൽ ചിത്രസേനന്റെ പേരില്ല. പക്ഷേ അതിന് താഴെ ഫുട്നോട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പട്ടികയിൽ പേരുള്ള ശ്രീകണ്ഠൻ നായർ എന്നയാളെ ഒഴിവാക്കി പകരം ഈ BO ചിത്രസേനൻ എന്നയാളെ നിയമിക്കണം എന്ന് ഫുട്നോട്ടായി എഴുതി ചേർത്തിരിക്കുന്നു. അതായത് ഒരു അട്ടിമറി അവിടെ നടന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാളെ പ്രത്യേകമായി ഫുട്നോട്ട് എഴുതി തിരികെ കയറ്റുകയായിരുന്നു എന്ന് ആ ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. സനൂപിലേക്ക് പോകുന്നു. സനൂപ്, ഒരു പുനർനിയമനം ലഭിച്ച ആൾക്ക് പെൻഷൻ മതിയാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലറിക്കൽ അസിസ്റ്റന്റിന് എത്രയാണ് പെൻഷൻ? കൃത്യമായിട്ട് ആ തുക അറിയില്ല. എന്തായാലും അത് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുക തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയിച്ചില്ല. കാരണം 22 വർഷം സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്ന ക്ലറിക്കൽ അസിസ്റ്റന്റായിട്ട് ജോലി എടുത്ത ആളാണ് വിരമിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് പുനർനിയമനം നൽകുന്നു. അതും ഈ ലിസ്റ്റിൽ തന്നെ അജിംസ് പറഞ്ഞ പോലെ ഈ ലിസ്റ്റിൽ ആ പേര് ഒരിടത്തും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഈ പലരും നേരത്തെ ജോലി ചെയ്തവരാണ്, അവർക്കൊക്കെ ഈ നിയമനം നൽകേണ്ട ആവശ്യമില്ല. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരാണ്. 179 ദിവസമൊക്കെ പൂർത്തിയാക്കിയവരുണ്ട്. അതുകൊണ്ടാണ് ഈ അതിലെ ഒന്നാമത്തെ ലിസ്റ്റുകാരനായിരുന്നു
ഇതിൽ ജോലി നൽകേണ്ടിയിരുന്ന ഈ ശ്രീകണ്ഠൻ നായർ എസ്, പക്ഷെ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ടാണ് അജിംസ് സൂചിപ്പിച്ച പോലെ സ്പെഷ്യൽ നോട്ടായിട്ട് ഈ ചിത്രസേനൻ BO എന്ന പൂവത്തൂർ ചിത്രസേനനെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അടിമുടി ദുരൂഹത അവിടെയാണ് നിൽക്കുന്നത്. കാരണം 25-ാം തീയതി തനിക്ക് ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുന്ന ഒരാൾക്ക് തൊട്ട് മുമ്പത്തെ ദിവസം 24-ാം തീയതി എങ്ങനെ നിയമനം നൽകി എന്നുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് ധനകാര്യ വകുപ്പ് കൃത്യമായിട്ടും അറിയിക്കേണ്ടതുണ്ട്. എങ്ങനെ 25-ാം തീയതി നിവേദനം നൽകുന്ന ആൾക്ക് അതിന് മുമ്പേ നിയമപരമായ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ സ്വരൂപ്. കാരണം പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നുണ്ടാവുമല്ലോ, സർക്കാർ ശമ്പളം വാങ്ങാൻ പറ്റുമോ? ഇതൊരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ടോ? പെൻഷൻ വാങ്ങിയതോടൊപ്പം തന്നെ ഈ ദിവസവേതനം വാങ്ങിയിട്ടുണ്ടോ? അതൊരു നിയമപ്രശ്നമാണല്ലോ. അല്ല, പെൻഷൻ ലഭിക്കുന്നവർക്ക് സർക്കാർ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിയമം അവിടെ ഉണ്ട്. കാരണം നമുക്കറിയാം, ഈ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മറ്റ് കമ്പനികളിലും മറ്റുമൊക്കെ സർക്കാർ തന്നെ നിയമിക്കുന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് അതിൽ ഈ പെൻഷൻ ഇപ്പോഴും വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യമായിരിക്കും ഒരുപക്ഷെ അജിംസ് സൂചിപ്പിച്ചത്. കാരണം സർക്കാരിന്റെ ഒരു ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് പെൻഷൻ കൂടി വാങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം എന്തായാലും അത് ഒരു നിയമക്കുരുക്ക് തന്നെയാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന്. എന്തായാലും ഈ നിയമനത്തിൽ അടിമുടി ദുരൂഹത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അജിംസ് 25-ാം തീയതി നിവേദനം നൽകുന്ന ആൾക്ക് വാഴ്ത്തുപാട്ട് വെറുതെ എഴുതിയതല്ല, അത് പുനർനിയമനത്തിനുള്ള നന്ദി സൂചനയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.